പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലതു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലതുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ എത്രമാത്രം വിശുദ്ധിയിലാണ് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് തന്നെ. നമ്മുടെ അവയവങ്ങൾ കൊണ്ടുപോലും നമ്മൾ പാപം ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾക്ക് വിശുദ്ധിയിൽ സൂക്ഷിക്കാം. പാപം ചെയ്യുന്ന അവയവത്തെ ചൂഴ്ന്നെടുത്ത് കളയുന്നതിന് വേണ്ടിയാണ് യേശു പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് യേശു ഈ പാപത്തെ കാണുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും വിശുദ്ധിയിലായിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ മനസ്സിലാക്കാം, അത് ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുന്നതാണോ അതോ ദൈവത്തോട് അടുപ്പിക്കുന്നതാണോ? നമ്മുടെ വാക്കുകൾ മാറുമ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുമ്പോഴും നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തിൻ്റെതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിവേഗത്തിൽ തന്നെ അവയെ പരിഹരിക്കാനായിട്ടുണ്ട്. നന്മ നിറഞ്ഞ ചിന്തകളോടുകൂടിയും സംസാരത്തോടുകൂടിയും പ്രവൃത്തികളോടുകൂടിയൊക്കെയും നമ്മൾ ആയിരിക്കാം. അങ്ങനെയാകുമ്പോൾ സ്വർഗം സന്തോഷിക്കും. നമ്മുടെ ശരീരവും ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെയും ദൈവത്തിൻ്റെതായി മാറുകയും ചെയ്യും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.